മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജെറോം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പലർക്കും മനസ്സിലാകാതെ പോകുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ്. സ്കിസോഫ്രിനിയ എന്ന മനോരോഗത്തിൽ ചിലർക്ക് ഉണ്ടാകുന്ന അശരീരി സംസാരം കേൾക്കുന്നത്, അതായത് ഓഡിറ്ററി ഹാലൂസിനേഷൻസ്. ഇങ്ങനെ കരുതുക, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുകയാണ്, ആരുമില്ലാത്ത ഒരു മുറിയിലിരിക്കുന്നു. എന്നാൽ ഒരാൾ നിങ്ങളുടെ പേര് വിളിക്കുന്ന ശബ്ദം, തിരിഞ്ഞു നോക്കിയാൽ ആരുമില്ല. അല്ലെങ്കിൽ റോഡിലൂടെ നടക്കുമ്പോൾ ഒരാൾ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയെയും അപലപിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നു. എന്നാൽ ചുറ്റുപാടും ആരും അങ്ങനെ പറയുന്നില്ല. ആ ശബ്ദം പുറത്തുനിന്നല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. ഈ ശബ്ദങ്ങൾ പലതരമായിരിക്കും. ചിലത് താക്കീത് ചെയ്യുന്നത്, ചിലത് നിരന്തരം വിമർശിക്കുന്നത്, ചിലത് കുറ്റപ്പെടുത്തുന്നത്, ചിലത് 2-3 ആളുകൾ നിങ്ങളെപ്പറ്റി സംസാരിക്കുന്നത്. വ്യക്തിയെ അസ്വസ്ഥനാക്കുന്ന ഭീതിജനകമായ ഈ ശബ്ദങ്ങൾ അദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യബോധത്തെ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങും. നമ്മളെപ്പോലെ സാധാരണ ജീവിതം നയിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ജോലി, കുടുംബം, ബന്ധങ്ങൾ. അതേസമയം ഈ അശരീരി ശബ്ദങ്ങളുമായി അവർ എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നു. അതൊരു വല്ലാത്ത ചുമടാണ്, ഭാരമാണ്, അശാന്തി ഉണ്ടാക്കുന്ന ഏകാന്തതയാണ്. പക്ഷേ സത്യമാണിത്. അവരുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്ന ശബ്ദമാണിത്. പക്ഷേ അവർ വിശ്വസിക്കുന്നത് മറ്റാരോ അത് പുറത്തുനിന്ന് പറയുന്നതാണ് എന്നാണ്. സ്കിസോഫ്രീനിയ ചികിത്സിക്കാൻ കഴിയുന്ന ഒരു രോഗമാണ്. ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം തേടുക. ഉചിതമായ മരുന്നും മാനസിക പരിശീലനവും സമൂഹത്തിൻ്റെ പിന്തുണയും ലഭിച്ചാൽ പലർക്കും തങ്ങളുടെ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും. അതിനാൽ സ്കിസോഫ്രീനിയ എന്ന പദം കേൾക്കുമ്പോൾ നാം ഭയപ്പെടേണ്ടതില്ല. ഭയത്തെ ബോധവൽക്കരണത്തിലൂടെ മാറ്റുക. അശരീരി ശബ്ദങ്ങൾ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി അവരെ ചികിത്സിപ്പിക്കാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.